ദൃഷ്ടൈന ദൃഷ്ടൈന ദുഷ്ട ഇത് പകുതി വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നേ. ദിഷ്ടേന ദുഷ്ടയുക്ത ഹരവ അഭിപതിതം ഭൂഷണം ജതി മൂർത്തം വാഹം ശിരാശരാനഭയുരസമതികാൻ ദർശന അശ്വതോഷ്മ സ്വധൈര്യ വൃത്തവാർത്ത വിശദശമുഖാദിഷ്ടമാരീജമായ സാരംഗം സാരസാക്ഷ്യ സ്ഫടികതമനികത പ്രാവതീർപാണഘാത തന്മായ ക്രാന്തി നിര്യാവിധ ഭവതനുജാഡാവിനസ്താമഹർഷീർ തേനാത്തോപി ത്വമന്ത്യ കിമവി മുതുമദദാ തദ്വദോപായലാഭ ഭൂയസ്തന്നി വിജന്യഹൃദശമുഖാ തദ്വദോ മദ്വദേനേതി ഉക്ത യാദേ ജഡായു ദിവമത സുഹൃത പ്രാതനോ പ്രേതകാര്യ ഗ്രഹണാനന്തംഗബന്ധം ജഗനിത ശബരീം പ്രേഷപമ്പാതടേതം സംരാപ്തോ വരസോനോ വൃക്ഷമോദിതമന പാകിപാദാലയേശ. സർവത്ര ഇല്ല. ഇതിന് അടുത്തതോടെ 34, 35 ഒരുമിച്ചാണ്. അതുകൊണ്ട് ഇതിനകത്ത് സർവത്ര മേലല്ല. ഓ നമോ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാമരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യ ശ്രീരാമദൂതം ശിരസാ നമാമി. നമ്മളിവിടെ ഇന്നലെ നിർത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമി ലക്ഷ്മണനെയും വന്നിട്ട് സുഗ്രീവന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് നമ്മൾ നിർത്തിയത്. അതിന് മുന്നിട്ട് നമുക്ക് പറയണം ഈ സുഗ്രീവൻ ആരാണെന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു ഒഴിക്കാട്ടറിയത്തേ ഉള്ളൂ സുഗ്രീവന്. ബാലി രണ്ടുപേരും സഹോദരന്മാർ, അത്രയേ അറിയത്തുള്ളൂ. സുഗ്രീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യന്റെ പുത്രനായിരുന്നു. എന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ ബാലിയും സുഗ്രീവനും സഹോദരങ്ങളല്ലേ. പക്ഷെ അവർ എന്തുകൊണ്ട് ഭയങ്കര ശത്രുതയുണ്ടായി. ബാലിയെ പേടിച്ചിട്ടാണ് സുഗ്രീവന് ഋഷമുഖാചലത്തിൽ വന്ന് താമസിക്കുന്നതെന്നുള്ളതാണ്. അതെന്തിനു വേണ്ടിയിട്ടെന്നുള്ളതാണ് ഞാനിപ്പം പറയുന്നത്. ബാലിയുടെ സുഗ്രീവന്റെ കുറച്ചൊരു ഫ്ലാഷ് ബാക്ക് എടുക്കുകയാണ്. രണ്ടുപേരും കൂടിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ സഹോദരങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ ജീവിക്കുകയായിരുന്നു. ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്തായി, മായാവിയായിട്ട് ഒരു അസുരനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്നു. ബാലിയെ യുദ്ധത്തിന് വന്ന് വിളിച്ചു കഴിഞ്ഞാല് യുദ്ധത്തിന് പോയാലേ പറ്റത്തുള്ളൂ. അത് മരിക്കാതിരിക്കോ തോക്കാതിരിക്കോ അത് അവരുടെ പ്രസ്റ്റീജിന്റെ ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ബാലിയും സുഗ്രീവനും കൂടി യുദ്ധത്തിന് വേണ്ടിയിട്ട് ഈ മായാവി വിളിച്ച സ്ഥലത്തേക്ക് പോകുന്നു. മായാവി വിളിച്ചു. അവരിങ്ങനെ കാട്ടിലിങ്ങനെ പോകുന്ന ആ അസുരൻ ബാലിയോടാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട് വിളിച്ചത്. ബാലി യുദ്ധത്തിന് വേണ്ടിയിട്ട് പോകുന്ന ബാലിയുണ്ട് സുഗ്രീവനുണ്ട്, രണ്ടാളും കൂടി പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ മായാവി എന്ത് ചെയ്തു, അസുരൻ എന്ത് ചെയ്തു, ഒരു ഗുഹയ്ക്കകത്തങ്ങ് കടന്നു. ഒരു ഗുഹയ്ക്കകത്തങ്ങ് കടന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, ഈ ബാലി സുഗ്രീവനോട് പറഞ്ഞു, നീ ഇതിന്റെ വെളിയിൽ തന്നെ നിൽക്കൂ, ഞാന് മായാവിയായിട്ടുള്ള അസുരനെ കൊന്നിട്ട് ഞാൻ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് അഥവാ ഞാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ചോരയാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചെന്ന് വിചാരിച്ചിട്ട് നീ ഈ വില്ലധാരം അങ്ങ് അടച്ചേക്കണം. ഈ ധാരം അങ്ങ് അടച്ചേക്കണം. ഒരു വലിയ കല്ലങ്ങാണം കൊണ്ടുവന്നിട്ട് ഈ ധാരം അടച്ചേക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസുരന് വെളി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ക്ഷീരമാണ് വരുന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജയിച്ചു എന്ന് നീ വിചാരിച്ചോ എന്ന് പറയും. അങ്ങനെ ബാലിയും ആ മായാവിയായിട്ടുള്ള അസുരനും കൂടി ആ ഗുഹയിലോട്ട് കടന്നു കഴിഞ്ഞിട്ട് സുഗ്രീവനാണെന്നുണ്ടെങ്കിൽ വെളിയിൽ തന്നെ നിൽക്കുകയോ, വെളിയിൽ നിന്നിട്ടാണെങ്കിൽ 1 മാസക്കാലം കഴിഞ്ഞിട്ടൊക്കെ യാതൊരുവിധ ഒരു വിവരങ്ങളും ഇല്ല. എന്താണ് അവിടെ നടക്കുന്നത്, ഏതാണ്. ആ ജ്യേഷ്ഠൻ പറഞ്ഞതനുസരിച്ച് സുഗ്രീവൻ അവിടെ കാവലാട്ടം അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, വില്ല് ദാരത്തിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഗുഹയുടെ ദാരത്തിൽ കൂടെ എന്ത് വരുന്നു, ചോര വരുന്നു, രക്തം വരുന്നു. രക്തത്തിന്റെ കളറിൽ രക്തം വരുന്നു. ചുമന്ന കളറിൽ രക്തം പോലുള്ളത് വരുന്നു. അന്നേരം സുഗ്രീവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബാലി പറഞ്ഞിട്ടുണ്ട്, അഥവാ ചോര വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു എന്ന് നീ കരുതിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാ ഇനി അസുരം വെളിയിൽ പോകരുതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, വലിയൊരു കല്ല് കൊണ്ടുവന്നിട്ട് സുഗ്രീവൻ ആ വില്ലധാരത്തിലേക്ക് അതിട്ട് അങ്ങ് അടച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് രാജ്യകിഷ്കന്ധ രാജ്യത്തിൽ വരുന്നു. രാജ്യത്തിൽ വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് സുഗ്രീവനെ അഭിഷേകം ചെയ്യുന്നു. സുഗ്രീവനെ അഭിഷേകം കഴിഞ്ഞു. എല്ലാവരും കൂടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലൊക്കെ, എന്നാലും ബാലി പോയ ദുഃഖം ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബാലി തിരിച്ചു വരുന്നു. ബാലി തിരിച്ചു വരുന്ന സമയത്ത് ബാലി എന്താ വിചാരിച്ചത്, സുഗ്രീവൻ മനഃപൂർവ്വം ബാലി തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് വില്ലധാരം വലിയൊരു കല്ലിട്ട് അടച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഈ രക്തം വന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും
അങ്ങോട്ട് ബാലി കേൾക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ സുഗ്രീവനെ ആ രാജ്യത്ത് നിന്ന് ആട്ടി ഓടിച്ചു. ആട്ടി ഓടിച്ച് സുഗ്രീവനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്തു, സുഗ്രീവനും 5 മന്ത്രിമാരും കൂടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഋഷഭമുഖാചലം എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൽ വന്നിട്ട് താമസിക്കുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ അവിടെ മാത്രമേ ഉള്ളൂ ബാലിക്ക് വരാൻ പറ്റാത്ത ഒരു സ്ഥലം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലി ഈ ആ ഋഷമുഖാചലത്തിന്റെ ആ സമയം അവിടെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, ഒരു അസുരനുമായിട്ട് ഇങ്ങനെ യുദ്ധം നടത്തുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ അസുരനെ കൊന്നിട്ട് ആ ചോരയുണ്ടല്ലോ, ഈ അവിടെ ഒരു വലിയ ഒരു തപസ്യയാണെന്നുണ്ടെങ്കിൽ തപസ് ചെയ്യുന്ന സമയത്ത് തപസ് ചെയ്യുവാണ്. ആ തപസ്യയുടെ ശരീരത്തും ആ ഷമുഖാചലത്തിന്റെ ആ ഭാഗത്ത്, ആ ആശ്രമത്തിന്റെ ഭാഗത്തെല്ലാം ചോര വീണു. ചോര വീണ സമയത്ത് ആ തപസ്യയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ താപസൻ എന്ത് ചെയ്തു, ഈ ബാലിയെ ശപിക്കുകയോ ചെയ്യുന്നത്, നീ ഋഷമുഖാചലത്തില് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നിന്റെ തല നുറുങ്ങി പൊടിഞ്ഞ് നീ മരിച്ചു പോകും. അതുകൊണ്ട് മാത്രം ബാലി ഋഷമുഖാചലം എന്ന് പറഞ്ഞ പർവ്വതത്തിൽ വരാൻ പറ്റില്ല. അതുകൊണ്ട് സുഗ്രീവന് ഈ 5 മന്ത്രിമാരും കൂടി ഇവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഗ്രീവനൊക്കെ എപ്പോഴും അലേർട്ടാണ്. എന്താ ഭാര്യയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴാ സുഗ്രീവനെ കൊല്ലാൻ വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ പർവ്വതത്തിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങത്തേയില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വിടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് താപസികളായിട്ടുള്ള രാമനും ലക്ഷ്മണനും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതില് വരുന്നത് കാണുന്നത്. അന്നേരം നമ്മുടെ ശത്രുവാണോ മിത്രമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആരെ വിടുന്നു, ഹനുമാൻ സ്വാമി ഒരു ബഡുവിന്റെ വേഷത്തില്, ഒരു ബ്രാഹ്മണന്റെ വേഷത്തിലാണ് വിടുന്നത്. വിടുന്ന സമയത്ത് മിത്രമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള സൈൻ കൊടുക്കണം, ശത്രുവാണെങ്കിലും കൊടുക്കണം. അന്നേരം ഹനുമാൻ സ്വാമി നമ്മുടെ മിത്രമാണ്, അയോധ്യയിലെ കുമാരന്മാരാണ് ഇവര്, യാതൊരുവിധ സങ്കടത്തിനും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അന്നേരം പറയുന്നു കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ ഭഗവാനെ ശ്രീരാമസ്വാമിയെ ലക്ഷ്മണനെയും കൂടിയാണെന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമി 2 തോളിലേറ്റിക്കൊണ്ട് ഋഷിമുഖാചലത്തില് സുഗ്രീവന്റെ അടുത്ത് ചെല്ലുന്നു. സുഗ്രീവന്റെ അടുത്ത് ചെന്നിട്ട് രണ്ടുപേരും കൂടിയാണെന്നുണ്ടെങ്കിൽ വിവരങ്ങളെല്ലാം അങ്ങോട്ട് പറയുന്നു. അങ്ങോട്ട് എന്താ സുഗ്രീവന് തന്റെ ഭാര്യയെ പോലും കളഞ്ഞിട്ടാ വന്നേന്നുള്ളത്. രാജ്യം പോയി, ഭാര്യ പോയി, ഒന്നുമില്ലാത്ത ഒരവസ്ഥയല്ലേ. അന്നേരം ശ്രീരാമൻ സ്വാമി അതേപോലെ ഭാര്യ പോയി. അതുകൊണ്ട് രണ്ടുപേരും ഒരേ തുല്യ ദുഃഖിതരാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഖ്യം ചെയ്തു. സുഗ്രീവൻ സീതാദേവിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമസ്വാമിയെ സഹായിക്കണം. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ശ്രീരാമൻ സ്വാമിയാണെന്നുണ്ടെങ്കിൽ ബാലിയെ കൊന്നിട്ട് കിഷ്കിന്ധ രാജ്യം തിരിച്ച് സുഗ്രീവന് കൊടുക്കും എന്നുള്ള ആ ഒരു സഖ്യം ചെയ്തു. ആ സഖ്യം ചെയ്തതിന് ശേഷമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരം സുഗ്രീവന് വിശ്വാസം വരുന്നില്ല. അന്നേരം ശ്രീരാമൻ ആരാണെന്നൊന്നും സുഗ്രീവൻ അത്ര അറിയില്ലല്ലോ. അതുകൊണ്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ 2-3 പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് അതിലെല്ലാം ഇതായി. അങ്ങനെ എന്ത് ചെയ്തു, സുഗ്രീവനോട് പറയുന്നു, നീ പോയിട്ട് ബാലിയെ യുദ്ധത്തിന് വിളിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ ബാലിയെ യുദ്ധത്തിന് വേണ്ടി വിളിച്ചിട്ട് ബാലിയെ അലറി പാഞ്ഞിട്ട് യുദ്ധത്തിന് വരികയാണ്. രണ്ടുപേരും കൂടെ നല്ല യുദ്ധം. കിഷ്കിന്ധ സ്ഥാനത്ത് ചെന്നിട്ടാണ്, ആ രാജ്യത്ത് ചെന്നിട്ടാണ് സുഗ്രീവൻ യുദ്ധത്തിന് വിളിക്കുന്നതെന്നുള്ളതാണ്. അന്നേരം ബാലി അലറി സുഗ്രീവനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് കോട്ടയും ആദ്യത്തെ ദിവസം ചെയ്യുന്നത്. അന്നേരം സുഗ്രീവൻ പിന്നെ ശ്രീരാമസ്വാമിയോട് പറയുന്നുണ്ട്, അങ്ങന്റെ മിത്രമാണോ ശത്രുവാണോ, ഞാന് ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ടും അങ്ങ് ഒന്നും ചെയ്തില്ലല്ലോ. പക്ഷെ എന്താ ശ്രീരാമസ്വാമിക്ക് മനസ്സിലാവുന്നില്ല ബാലി ആരാണ് സുഗ്രീവൻ ആരാണെന്നുള്ളത്. രണ്ടുപേരും ഒരേപോലെ ഇരിക്കുവാണെന്നുള്ളതാണ്. അതായത് പിറ്റേ ദിവസം യുദ്ധത്തിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് പോയി വിളിക്കൂ, നീ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ശ്രീരാമസ്വാമി കൊടുത്ത ധൈര്യത്തില് സുഗ്രീവനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും പോയിട്ട് ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്നു. ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്ന സമയത്ത് താര പറയുന്നുണ്ട്, ഇത് അപകടമാണ്, ആപത്താണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തോറ്റു പിന്മാറിപ്പോയോ പിന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നു. അവന്റെ കൂടെ എന്തോ പ്രബലരായിട്ടുള്ള മിത്രങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. അത് പറയുന്നുണ്ട്. അയോധ്യയിലെ ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു രാജകുമാരനാണെന്നുണ്ടെങ്കിൽ സുഗ്രീവനെ സഹായിക്കാൻ ഏറ്റിട്ടുണ്ടെന്നും അങ്കദൻ അത് വന്ന് പറഞ്ഞതും എല്ലാം ധാര പറയുന്നുണ്ട്. പക്ഷെ സ്ത്രീ സഹജമായിട്ടുള്ള നിന്റെ ആദിയാണിത്. ഒരിക്കലും ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ ഭഗവാനാണ്. ശ്രീരാമചന്ദ്രൻ എന്നെ വിട്ടിട്ട് വേറെ സുഗ്രീവനെ സഹായിക്കില്ല എന്നൊക്കെയുള്ള ആത്മവിശ്വാസത്തിലാണ് ബാലി വരുന്നത്. ബാലിക്കാണെന്നുണ്ടെങ്കിൽ അച്ഛൻ കൊടുത്തൊരു മാലയുണ്ട്. അന്നേരം എന്ത് ചെയ്തു, സുഗ്രീവന് അച്യുതൻ എന്ന് പറഞ്ഞ ശ്രീരാമസ്വാമി ഒരു മാല അണിയിച്ചു കൊടുത്തു. എന്താന്ന് വെച്ചാൽ ആളിനെ തിരിച്ചറിയണ്ടേ, അതിനു വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്താണ് ഭഗവാൻ എന്താ ചെയ്യുന്നത്,
ഒളിഞ്ഞു നിന്നിട്ട് ബാലിയെ അമ്പ് ചെയ്ത് വീഴ്ത്തുന്നു എന്നുള്ളതാണ്. അമ്പ ഇത് വീഴ്ത്തുന്ന സമയത്ത് സ്വയം ബാലി ചോദിക്കുന്നുണ്ട്, ഇത് എവിടുത്തെ ന്യായമാ ഭഗവാനെ? ഇങ്ങനെ ഒളിഞ്ഞു നിന്നിട്ട് അമ്പ ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുത്തെ ന്യായമായി? ഇത് ശരിയായില്ലല്ലോ. അങ്ങ് എന്നുണ്ടെങ്കിൽ മര്യാദ പുരുഷോത്തമൻ എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ശ്രീരാമസ്വാമി പറയുന്നുണ്ട്, ഞാനൊരു ക്ഷത്രിയനാണ്, ഞാൻ രാജാവാണ്. രാജ്യത്തിന്റെ അമ്പും വില്ലും ധരിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത്? എവിടെ അധർമ്മം നടക്കുന്നുണ്ടോ അവിടെ ഞാൻ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അമ്പും വില്ലും ധരിച്ചുകൊണ്ട് ഈ കാട്ടിൽ കൂടി നടക്കുന്നത്. നീ ചെയ്തിരിക്കുന്നത് ഭയങ്കര അധർമ്മമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നിന്റെ അനിയന്റെ ഭാര്യയെ നീ സ്വന്തം ഭാര്യയായിട്ട് കാണുന്നു. അത് ഒരിക്കലും പാടില്ലാത്തതാണെന്നുള്ളതാ. അത് തന്നെ ഭയങ്കര ഒരു അധർമ്മമല്ലേ? അതുപോലെ നിന്റെ സഹോദരനെ രാജ്യത്തിൽ നിന്നിട്ട് അവൻ പറഞ്ഞത് പോലും കേൾക്കാതെ നീ രാജ്യത്തിൽ നിന്നിട്ട് ആട്ടിപ്പായിച്ചു. അതും ശരിയായ കാര്യമല്ല നീ ചെയ്തത്. അതുകൊണ്ട് ക്ഷത്രിയന്റെ ധർമ്മമാണ് ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. ആ ധർമ്മം പുനഃസ്ഥാപിക്കുന്നത് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നു എന്നുള്ളതാണ്. ഞാൻ ശ്രീരാമസ്വാമി പറയുന്നത് നോക്കെ, ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമത്സരം നടക്കുന്നത് നീളേ ഞാൻ പാവിയായോരധർമ്മിഷ്ഠനാ നിന്നുടെ പാപം കളഞ്ഞ ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചത് ഞാൻ മോഹബദ്ധനാ നിന്നെ നീ ഏതും അറിയാഞ്ഞതുമെടോ. പുത്രീ ഭഗനി സഹോദര ഭാര്യ, പുത്രിക്ക് തുല്യമാണ് സഹോദര ഭാര്യ, മനസ്സിലായോ? പുത്ര കളത്രവും മാതാവും ഏതുമേ ഭേദമില്ലെന്നോ വേദമാക്കിയത്. നിനക്കെന്താ ഇതൊന്നും ഭേദമില്ലേ? മനസ്സിലായോ? വേദവാക്യമാണ് ഇതെല്ലാം. സഹോദര ഭാര്യ എന്ന് പറഞ്ഞാൽ പുത്രി സമയാണ്, അതുകൊണ്ട് ജ്യേഷ്ഠത്തി എന്ന് പറഞ്ഞാൽ മാതാവാണ്. പുത്ര കളത്ര ഇതിലൊന്നും നിനക്കൊരു ഭേദവും ഇല്ലേ എന്ന് ചോദിക്കുക ശ്രീരാമസ്വാമി. അന്നേരം ചേതസിമോഹ പരിഗ്രഹിക്കുന്നവൻ, അങ്ങനെ ആരെങ്കിലും പരിഗ്രഹിക്കുന്നവൻ ആരാണ്? പാവികളിൽ വെച്ചും ഏറ്റവും മഹാപാവി. അങ്ങനെ നീ ഇപ്പം കാണിച്ചത് എന്താ? ബാലി രുക്മി സുഗ്രീവന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയായിട്ട് വെച്ചോണ്ടിരിക്കുക. അത് ഏറ്റവും വലിയ അത് ആരായിരുന്നു? സഹോദര ഭാര്യ. സഹോദര ഭാര്യ എന്ന് പറഞ്ഞാൽ പുത്രി തുല്യമാണ്. അന്നേരം നീ ചെയ്തിരിക്കുന്ന ഏറ്റവും അധർമ്മമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നീ ആരാണ്? പാപികളിൽ വെച്ചും ഏറ്റവും മഹാപാവി, ഏറ്റവും മഹാഭാവിയാണ്. അതുകൊണ്ട് താപം അവർക്കതിനാലേ വരുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ, എത്ര വലിയ മൂടിപ്പുറച്ച് വെച്ച് കഴിഞ്ഞാലും കാര്യങ്ങൾ അവസാനമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്താവുന്നു, പിന്നെ ശിക്ഷ വരുന്നു, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്. അതേപോലെ തന്നെ ബാലിക്കും ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മര്യാദ നീക്കി നടക്കുന്നവர்களെ ശൗര്യമേറെ നിർവന്മാ നികരിച്ചതാ ധർമ്മസ്ഥിതി വരുത്തും ധരണീധനേ. അതുകൊണ്ടാണ് ഞാന് ഇങ്ങനെ ചെയ്തത്. ഇതെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. എന്താ? ബാലിയെ എന്തുകൊണ്ട് ശ്രീരാമസ്വാമി കൊന്നു എന്നുള്ളത്, അല്ലെ? ഒളിയമ്പ ചെയ്ത് കൊന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ കർമ്മത്തിനെ ബാലിയെ കൊന്നതിന്റെ കർമ്മം അടുത്ത അവതാരത്തിൽ ഭഗവാൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാ. എന്താ? അവസാന സമയത്ത് സ്വർഗാരോഹണ സമയത്ത് ആരാണ് ഭഗവാനെ കൊല്ലുന്നത്? ഇതേപോലെ ബാലിയുടെ പുനർജന്മമായിട്ട് വന്ന ആ വേട്ടയാടുന്ന അവനാണ് ആ ഭഗവാനെ ഇതേപോലെ കൊല്ലുന്നെന്നുള്ളത്. ബാലിയുടെ പുനർജന്മമായിരുന്നു നേരെ. അങ്ങനെ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനെ നമ്മൾ തിരിച്ച് അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ഇതിപ്പം എല്ലാവർക്കും ഒരു സംശയം, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബാലിയെ കൊന്നെന്നുള്ളത്. ഇപ്പൊ മനസ്സിലായല്ലോ. ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഈ ധൃതിയിൽ അവതരിച്ചത് പോലും അതിനു വേണ്ടിയിട്ടാണ്. അന്നേരം ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഈ ബാലിയെ കൊന്നില്ലെന്നുണ്ടെങ്കിൽ സാധിക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്രിക്ക് സമാനമായിട്ടുള്ള സഹോദരന്റെ ഭാര്യയാണ് അവൻ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ഒരു അധർമ്മമാണ്, പാപമാണ്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയർ ചെയ്ത് നമ്മൾ പോകണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എനിക്ക് ഇതൊക്കെ എന്റെ സംശയങ്ങളായിരുന്നു എന്നുള്ളതാ. ഇങ്ങനെയൊക്കെ എന്റെ ഭഗവാൻ മര്യാദ പുരുഷോത്തമനാണ്, എന്നിട്ടുമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാലി ഒളിയമ്പ ഇത് കൊന്നു, അതെന്താണ് എന്നൊക്കെയുള്ള ആ ഒരു സംശയം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ ഉണ്ടല്ലോ, രാമായണത്തിലും എല്ലാം വാൽമീകി രാമായണവും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഡീപ്പായിട്ട് അതിനകത്ത് പോകുമെന്നുള്ളത്. അന്നേരം എനിക്ക് കിട്ടിയ ഒരു സംശയം മാറിയല്ലോ, അത് നിങ്ങൾക്ക് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ ഇത്രയും പറയുന്നതിൽ. ഇനി നമുക്ക് നമ്മുടെ എവിടോട്ട് പോവാം? ദശകം 35 പോവാം. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരി ബോൾ.
രാമായണകഥ സുഗ്രീവ സഖ്യം മുതലാണ്. നീതാ സുഗ്രീവ മൈത്രീ തദനി ഹനുമതാദുന്ദുവേകായമുച്ചി ക്ഷിപ്താങ്കുഷ്ടേന ഭൂയോ ലുലിവിതയുഗപത്രിണാ സപ്തസാലാ ഹറ്റാ സുഗ്രീവഘാതോ ധൃതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷി വിരഗതരളിതാ ത്വമദംഗാശ്രമാന്തേ. നീതാ സുഗ്രീവ മൈത്രീ തദനു ഹനുമതാ ദുന്ദുവേകായമുച്ചി ക്ഷിപ്താങ്കുഷ്ടേന ഭൂയോ ലുലുവിതയുഗപത്രിണാ സപ്തസാലാ ഹത്യാ സുഗ്രീവഘാതോ ധൃതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷി വിരഹതരളിതാ ത്വമദംഗാശ്രമാന്തേ. നീതാ സുഗ്രീവ മൈത്രീ തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചേ ക്ഷിപ്താങ്കുഷ്ടേന ഭൂയോ ലുലുവിതയുഗപത്രിണ ശബ്ദശാലാൻ ഹത്വാ സുഗ്രീവഘാതോ ധൃതം അതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേല അനൈഷീർ വിരഹതരളിത ത്വം മദംഗാശ്രമാന്തേ. നീതാ സുഗ്രീവ മൈത്രീ തദനു ഹനുമതാ ദുന്ദുവേകായമുച്ചേ ക്ഷിപ്താങ്കുഷ്ടേന ഭൂയോ ലുലവിതയുഗപത്രിണാ സപ്തശാലാൻ ഹത്യാ സുഗ്രീവഘാതോ ധൃതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീർ വിരഹതരളിതാ ത്വം മദംഗാശ്രമാന്തേ. വായിക്കാൻ പറ്റുമോ നോക്കിയേ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. നീതാ സുഗ്രീവ വായിച്ചോളൂ. മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്താകുഷ്ടേന ഭൂയോ ലുലുവിത യുഗപാത്രണാ സപ്തസാലൻ ഹസ്ത്വാ സുഗ്രീവഹതോ ധൃതമതുബലം ബാലിനം വ്യാജവൃത്യാ വർഷവേലാം മനീഷിർവിരഗതളിത സ്തംമദംഗാശ്രമാന്തേ. ഹരേ കൃഷ്ണ മാതാജി. മദംഗാശ്രമാന്തേ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നീത സുഗ്രീവ മൈത്രീം തദനു ഹനുമത ദുന്ദുഭേകായമുച്ചൈഃ ക്ഷിപ്ത്വാങ്കുഷ്ടേന ഭൂയോ ലുലവിത യുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീർവിരഗതരളിതസ്ത്വം മദംഗാശ്രമാന്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നീതാ സുഗ്രീവ മൈത്രീം തദനു ഹനുമത ദുന്ദുഭേ കായമുച്ചേ ക്ഷിപ്താങ്കുഷ്ടേന ഭുയലുലുപിതയുഗപത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദിത മധുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലമൈഷി വിരഹതരളിതത്വം മാതംഗശ്രമാന്തേ. ഹരേ കൃഷ്ണ. മദംഗാശ്രമാന്തേ. മദംഗമുനിയുടെ ആശ്രമത്തിൽ എന്ന ഇനി അർത്ഥം. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. നീതി സുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്താങ്കുഷ്ടേന ഭൂയോ ലുലവിത യുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യത അതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലമൈനൈഷീർവിരഗതരളിതസ്ത്വം മദംഗാശ്രമാന്തേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഒരു പ്രവചോട് വായിച്ചോളൂ. നീത സുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ടേന ഭൂയോ ലുലുവിത യുഗപത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യത മധുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേല വിരഹതരളിതസ്ത്വം മദംഗാശ്രമാന്തേ. ഹരേ കൃഷ്ണ. മദംഗാശ്രമാന്തേ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അതുകൊണ്ട് അവിടെ മദംഗാശ്രമം എന്നൊരു ഭഗവാനോട് ഗുരുവായൂരപ്പൻ തന്നെയല്ലേ ഇതെല്ലാം. എന്നാലും അങ്ങ് മദംഗാശ്രമത്തിൽ നിന്നു എന്നാ ഈ പറയുന്നു. ഒക്കെ പട്ടതിരിപ്പാടെല്ലാം പറയുന്നത് എന്താ, ഭഗവാനും പട്ടതിരിപ്പാടോടുള്ള ആ ഒരു എന്താ പറയുന്നത്
സംഭാഷണമായിട്ടാണ് ഇതിലെല്ലാം കാണിക്കത്വം മതങ്കാശ്രമാന്തി അങ്ങ് മതങ്കാശ്രമത്തിൽ തന്നെയാണ്. ഇതാ സുഗ്രീവ മൈത്രി സുഗ്രീവനുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സഖ്യമുണ്ടാക്കിയതില് എന്താ സുഗ്രീവന് ബാലിയെ കൊന്നിട്ടാണ് കിഷ്കിന്ധാകാന്ത രാജ്യം തിരിച്ചു കൊടുക്കും. അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? സുഗ്രീവൻ സീതാദേവി അന്വേഷണത്തിന് വേണ്ടിയിട്ട് ശ്രീരാമസ്വാമിയെ സഹായിക്കണം. മൈത്രി ചെയ്തു. തതനു ഹനുമത ദുന്ദുബെ കായമുച്ചേ. എന്നിട്ട് എന്ത് ചെയ്തു? ദുന്ദുബി എന്ന് പറയുന്ന അസുരനെയാണെന്നുണ്ടെങ്കിൽ പണ്ട് ബാലി കൊന്നിട്ടുണ്ടായിരുന്നു. സുഗ്രീവൻ പറയുന്നുണ്ട് ബാലിയെ കൊല്ലുന്നത് അത്ര എളുപ്പമല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലി അത്രയും ബലശാലിയാണ്. ഈ ത്രൈലോക്യ ലോകത്തിന്റെയും അത്രയ്ക്കും ബലമാണ്. അതുകൊണ്ട് സാധാരണക്കാരനൊന്നും കൊല്ലാൻ പറ്റത്തില്ല. അന്നേരം എന്ത് ചെയ്തു? ശ്രീരാമസ്വാമി എന്ത് ചെയ്തു? ദുന്ദുബി എന്ന് പറയുന്ന ഒരു അസുരനെ നേരത്തെയാണെന്നുണ്ടെങ്കിൽ ബാലി കൊന്നിട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. കൈ കൊണ്ട് ഇങ്ങനെ എടുത്തെറിഞ്ഞതായിരുന്നു. അത്രയ്ക്ക് ഈസി ആയിട്ടാ ചെയ്തതെന്നാ അതിന്റെ അർത്ഥം. അന്നേരം എന്ത് ചെയ്തു? ശ്രീരാമസ്വാമി സുഗ്രീവന് ആണെന്നുണ്ടെങ്കിൽ ഇത് വരാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുന്ന ഒരു സുഗ്രീവന് ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ ദുന്ദുബിയുടെ ശരീരത്തിന് എന്ത് ചെയ്തു? തന്റെ പെരുവിരല് കൊണ്ട് എടുത്ത് ഒറ്റ എറിയിച്ചു കൊടുക്കും. മനസ്സിലാവും അത്രയും ബലശാലിയാണ് ശ്രീരാമൻ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ക്ഷിപ്താങ്കുഷ്ടീന് പൂയോ ലിലിവിധ ഭജുഗപ പത്രിണ ശബ്ദശാലാന് ദുന്ദുബിയെ എടുത്തെറിഞ്ഞു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ശബ്ദശാലയുടെ അവിടെ നിന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏഴ് വൃക്ഷങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അതിനെ ഓരോ അമ്പ് കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 7 വൃക്ഷത്തിനെയും വീഴ്ത്തണം. അതും കാണിച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഹത്യാ സുഗ്രീവ ഹാരോദ്യത അതുലവേലം ബാലിന വ്യാജവർത്തിയാം. ബാലിയെ കൊല്ലുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സുഗ്രീവനോട് പറഞ്ഞു ബാലിയെ ചെന്നിട്ട് യുദ്ധത്തിന് വിളിച്ചുകൊണ്ട് വരുമെന്ന്. അങ്ങനെ അച്യുതൻ കൊടുത്ത മാല സുഗ്രീവനും അച്ഛൻ കൊടുത്ത മാല ബാലിക്കും ഇട്ടിട്ട് എന്താന്ന് വെച്ചാൽ തിരിച്ചറിയണം. അതുപോലെ രണ്ടുപേരും ഒരേപോലെ ഇരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? അച്യുതൻ കൊടുത്ത മാല കണ്ടപ്പോ അച്യുതന് മനസ്സിലായതുകൊണ്ട് അച്യുതൻ എന്ത് ചെയ്തു? അമ്പ ചെയ്തിട്ട് ബാലിയെ കൊന്നു. നോക്കിക്കോണം, 4 ശ്ലോകത്തിലെ ഇതെല്ലാ കാര്യങ്ങളും പറയുന്നത്. വർഷാവേല മനേഷീർ വിരഹ തരളിത ത്വമതങ്കാശ്രമാന്തേ. എന്നിട്ട് എന്ത് ചെയ്തു? ബാലിയെ കൊന്നു. ബാലിയെ കൊന്നിട്ട് കിഷ്കിന്ധ രാജ്യമാണെന്നുണ്ടെങ്കിൽ സുഗ്രീവന് രാജാഭിഷേകമൊക്കെ ചെയ്തു. സുഗ്രീവൻ അവിടെ ജീവിക്കുന്നു. പക്ഷെ വർഷകാലമായിരുന്നു. വർഷകാലത്താണെന്നുണ്ടെങ്കിൽ സീതാദേവി അന്വേഷിച്ച് പുറപ്പെടാൻ പറ്റില്ല. ചാതുർമാസം എന്ന് പറയത്തില്ലേ, ആ 4 മാസക്കാലം അവരൊക്കെ എങ്ങും പോവില്ല. എവിടെയെങ്കിലും ആശ്രമങ്ങളിലോ എവിടെയെങ്കിലും ഇതുപോലുള്ള ബ്രാഹ്മണരുടെ വീടുകളിലോ ഒക്കെ തങ്ങിയിട്ടാണ് അവർ ആ 4 മാസം ചാതുർമാസ്യം ചെലവഴിക്കുന്നത്. ആ വർഷകാലമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ശ്രീരാമസ്വാമി മതങ്കാശ്രമത്തില് സീതാദേവിയുടെ ആയിട്ടുള്ള ഓർമ്മകളിൽ മുഴുകി ദുഃഖിതനായിട്ട് ജീവിക്കുന്നു. അതാണ് ഈ പറയുന്നത്. സുഗ്രീവേണാനുജോക്ത്യാ സവയമഭിയതാഭ്യൂഹിതാം വ്യാഹിനീന്ദാ ഋഷാണാം വീശദേശോ ദുരിതമതീതാ മാർഗണായ വനമ്രാം സന്ദേശം ജാങ്കുലീയം ഭവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മാർഗേ കവിവിരവി തദാ ത്വപ്രിയാ സപ്രയാസേ സുഗ്രീവേണാനുജോക്ത്യാ സഭയ അഭിയതാഭ്യൂഹിതാം വ്യാഹിനീതാ ഋഷാണാം വീശദേശോ ദുരിതമതീതാ മാർഗണായ വനമ്രാം സന്ദേശം ജാങ്കുലീയം ഭവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മമാർഗേ കവിവിരവി തദാ ത്വത്പ്രിയാ സപ്രയാസേ സുഗ്രീവേണാനുജോക്ത്യാ സഭയം അവിയതാഭ്യൂഹിതാ വ്യാഹിനീതാ ഋഷാണാമീശദേശോ ദുരിതമതീതാ മാർഗണായ വനമ്രാം സന്ദേശം ജാങ്കുലീയ പാവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മമാർഗേ കവിവിരവി തദാ ത്വത്പ്രിയാ സപ്രയാസേ സുഗ്രീവേണ അനുജോക്ത്യാ സഭയ അഭിയത വ്യൂഹിത വ്യാഹിനീത ഋഷാണാം വീശദിച്ചു ദുരിതമതീത മാർഗണായാവനമ്ര സന്ദേശം ചാങ്കുലീയ പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മമാർഗേ കവിവിരവി തദാ ത്വത്പ്രിയാ സപ്രയാസേ സുഗ്രീവേണ അനുജോക്ത്യാ സഭയമഭിയത വ്യൂഹിത വ്യാഹിനീത ഋഷാണാം വീശദിച്ചു
ദ്രുതമത ദൈതാ മാർഗണായാവനമ്രാം സന്ദേശം അങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മമാർഗേ കവിഭിരവിതര ത്വത്പ്രിയ സപ്രയാസേ ത്വത്പ്രിയ അവിടെയും ത്വത് ഭഗവാനോട് പറയുന്നതൊക്കെ ഹരേ കൃഷ്ണ വായിച്ചോളൂ. മാതാജി. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. സുഗ്രീവേണാനുയോക്ത്യാ സുഗ്രീവേണാനുയോക്ത്യാ വാകിനീന്ദാ മൃഷാണാം വിശ്യദിഷു ദ്രുതമത ദൈതാ മാർഗണായ മനാമ്രാം സന്ദേശം ചാങ്കുലീയം ഭവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മമ മാർഗേ കവിരവി തഥാ സ്ത്വത്പ്രിയാ സപ്രയാസൈ. ഹരേ കൃഷ്ണ മാതാജി. സപ്രയാസേ ഹരേ കൃഷ്ണ. സപ്രയാസൈ. നെക്സ്റ്റ് വായിച്ചോളൂ. സുഗ്രീവേണാനുജോക്ത്യ സമയമവിയതാവ്യൂഹിതാം വാഹിനി ത്വാം വൃക്ഷാണാം ഭിക്ഷ്യ ദ്രുതമദദൈതാ മാർഗണായാവനാമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മമാർഗേ കവിഭിരവി തഥാ തത്പ്രിയാ സപ്രയാസൈ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സുഗ്രീവേണാനുജോക്ത്യാ സഭയമഭീതാം വാഹനീം ഋഷാണാം വിശ്യദിക്ഷോ ദ്രുതമതദൈതാം മാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മമാർഗേ കവിഭിരവിതദാ ത്വത്പ്രിയാ സപ്രയാസൈ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഇനി ഒരു പ്രൗജിയോട് വായിച്ചോളൂ. ഒരു പ്രൗജി വായിക്കേ. പ്രൗജിമാർക്ക് ഇത്രേ പേടിയാണ് വായിക്കാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുഗ്രീവേണാനുജോക്ത്യ സഭയമഭ്യതാവ്യൂഹിതാം വാഹിനീം താം വൃക്ഷാണാം ഭീക്ഷദിക്ഷു ദ്രുതമദദൈതാ മാർഗണായാവനാമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി മാർഗേ മമാർഗേ കപിഭിരപി തഥാ ത്വൽപ്രിയ സപ്രയാസൈ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കുന്ന ആളാണോ? ഭാഗവതം വായിക്കുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ വായിക്കുന്നു മാതാജി. വായിക്കുന്ന ആ സ്റ്റൈലുണ്ട്. നല്ലതായിട്ട് വായിച്ചു. പേരെന്താ? പീതാംബരൻ. പീതാംബരൻ സാറാ. പക്ഷെ തോന്നിയില്ല സൗണ്ട് അതേപോലെ വേറൊരു സൗണ്ടിൽ തോന്നിന്നെ. ഓക്കെ. സുഗ്രീവേണ അനുജോക്ത സ്വയമവിത എന്ന് വെച്ച് കഴിഞ്ഞാല് മഴക്കാലം കഴിഞ്ഞിട്ട് സുഗ്രീവന്റെ ഒരു അനക്കവും ഇല്ല. സുഗ്രീവൻ അവിടെ കിഷ്കിന്ധാകാന്ഡത്തിലെ താരയോടും പിന്നെ പത്നിയോടും ഒക്കെ ഒത്തിട്ട് ഇങ്ങനെ സുഖിച്ച് മദ്യത്തിലും മദിരാശിയിലും ഇങ്ങനെ സുഖിച്ച് ജീവിക്കുവാണ്. എന്താ മഴക്കാലം കഴിഞ്ഞിടയ്ക്ക് സുഗ്രീവനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അനക്കവും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ ഉടനെ ലക്ഷ്മണനെ വിടുന്നുണ്ട്. ലക്ഷ്മണനാണെന്നുണ്ടെങ്കിൽ അനന്തയുടെ ശക്തിയല്ലേ, നേരെ തുള്ളിച്ചാടിയാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്. അന്നേരം പറഞ്ഞു ബാലിയെ കൊന്ന അമ്പ് ഇപ്പോഴും ശ്രീരാമന്റെ കയ്യിലുണ്ട്, ശ്രീരാമസ്വാമിയുടെ കയ്യിലുണ്ട്, ജ്യേഷ്ഠന്റെ കയ്യിലുണ്ട്. അത് എടുക്കണോ ഇനിയും? അപ്പോഴത്തേക്ക് താര എന്നിട്ട് പറഞ്ഞു, യോ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെല്ലാം കവിവരന്മാരല്ലേ, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മർക്കട ബുദ്ധിയല്ലേ, അവർക്ക് ബുദ്ധിയില്ല, അതുകൊണ്ട് അങ്ങ് വേണ്ടേ ക്ഷമിക്കാനേ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മണനെ തണുപ്പിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? സുഗ്രീവനാണെന്നുണ്ടെങ്കിൽ ഒരു കോടിക്കണക്കിന് കവിവരന്മാര് വന്നു എന്നുള്ളതാ കുരങ്ങന്മാര്. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? അവരെ എല്ലാവരും ഓരോരോ ദേശത്തേക്ക് അയച്ചു സീതാദേവിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കുറെ പേര് വടക്കോട്ട് അയച്ചു, കുറെ പേര് കിഴക്കോട്ട് അയച്ചു, തെക്കോട്ട് അയച്ചു, പടിഞ്ഞാറോട്ട് അയച്ചു. അങ്ങനെ ഒരുപാട് പേരെ എല്ലാ സ്ഥലത്തും സീതാദേവിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്നു. അതിനകത്ത് ശ്രീരാമസ്വാമിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്കുലീയം കൊടുത്തു വിട്ടു എന്നുള്ളതാണ്. അങ്കുലീയം കൊടുത്തു വിട്ടത് ആരുടെ കയ്യിലാന്ന് നോക്കുപോലും ഹനുമാൻ സ്വാമിയുടെ കയ്യിലാണ് അങ്കുലീയം കൊടുത്തു വിട്ട്. സീതയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അങ്കുലീയം സീതയെ കാണിക്കണം, അന്നേരം മനസ്സിലാവും ശ്രീരാമസ്വാമിയുടെ തന്നെ ദൂതനാണെന്നുള്ളത്. അതുകൊണ്ട് ആ അങ്കുലീയം ഹനുമാന് കൊടുത്തു വിട്ടു. അതാണ് ഈ പറയുന്നത്. സുഗ്രീവേണാനുജോക്ത്യാ സമയമഭിതാം
സുഗ്രീവ അനുജോക്തി ലക്ഷ്മണന്റെ വാക്ക് മേടിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ സുഗ്രീവന് എന്ത് ചെയ്തു? അനുജോക്ത്യ സമയമവീത എന്ന് പറഞ്ഞാൽ ലക്ഷ്മണന്റെ വാക്ക് സുഗ്രീവന് മഴക്കാലം കഴിഞ്ഞില്ലേ, മഴക്കാലം കഴിഞ്ഞിട്ട് സുഗ്രീവന്റെ ഒരു അനക്കം ഇല്ലാന്ന് ഇതുകൊണ്ട് എന്ത് ചെയ്തു? ലക്ഷ്മണന് ഉറഞ്ഞു തുള്ളിയിട്ടാണ് കിഷ്കിന്ധാന്തത്തിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ചോദിക്കും സുഗ്രീവ അപ്പോഴത്തേക്ക് മനസ്സിലായി ഇപ്പം തന്നെ ആണെന്നുണ്ടെങ്കിൽ ദഹിപ്പിക്കും ആ രാജ്യം എന്നുള്ളത് മനസ്സിലായിട്ട് താരയാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ലക്ഷ്മണനെ സമാധാനിപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അക്ഷണാദേശു ദ്രുതമതിമാർഗണായ എന്നിട്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ വാനന്മാരുടെ സൈന്യത്തിനെ വിളിച്ചു കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഓരോരുത്തരെയും ഓരോ ദേശത്തേക്ക് വിടുന്നത്, സീതയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിടുന്നത് കണ്ടിട്ട് ഭഗവാൻ എന്തുവായി? സന്ദേശം ചാങ്കുലീയം പാവനസുതകരെയും. അങ്കുലീയം ആരുടെ കയ്യിലാണ് കൊടുത്തത്? പവനസുതന്റെ കയ്യില്, ഹനുമാൻ സ്വാമിയുടെ കയ്യില്. മോദശാലി എല്ലായിടത്തും അന്വേഷിക്കാൻ വിടുന്നത് കണ്ടപ്പോ ഭഗവാൻ ഭയങ്കര സന്തോഷമായിട്ട് മോതിരം ഹനുമാന്റെ കയ്യില് കൊടുത്തു. അപ്പോളോ മാർഗേ കവിരവീ തഥാ പ്രയാസേ വാനന്മാരാട്ട് എന്താ എല്ലാവർക്കും സീതയെ അന്വേഷിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ സുഗ്രീവന്റെ ആജ്ഞയാണ് എന്നെ ഇത്ര നാളത്തിനകം സീതാദേവിയെ കണ്ടുപിടിച്ചില്ലെന്നെനിക്ക് ഒറ്റ എണ്ണത്തിനും തല കാണത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് ഭയങ്കര ഊർജിതമായിട്ട് അവരെല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി സീതയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകുന്നു. അതാണ് ഈ രണ്ടാമത്തേത്. അതാണ് ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് നമ്മൾ പാലിച്ചിരിക്കണമെന്ന് പറയുന്നത്. എന്താ മഴക്കാലം കഴിയുന്ന സമയത്ത് അതുവരെ നമ്മൾ ഇരിക്കും, പിന്നെ നമ്മൾ സീതാദേവി അന്വേഷിക്കാൻ പുറപ്പെടും. പക്ഷെ സുഗ്രീവന്റെ ഒരു വിവരം ഇല്ലാഞ്ഞതുകൊണ്ട് ലക്ഷ്മണനെ ഭഗവാൻ വിട്ടേ എന്നുള്ളതാണ്. നമുക്ക് അത് പറഞ്ഞു. എന്താ പറഞ്ഞത്? ബാലിയെ കൊന്ന അമ്പ് ഇനി ആ തൂണിയിലുണ്ട്, അതുകൊണ്ട് ഇനി വേണോ എടുക്കണോന്ന് ചോദിച്ചപ്പോഴാ സുഗ്രീവന് വാനര സൈന്യത്തിനെ എല്ലാം വിളിച്ചെന്നുള്ളത്. വാർത്താകർണനോ സമ്മാദിവാക്യം ീരന്തർജനകജാമീശതദ്ദാങ്കുലീയം പ്രശുദ്ധ്യോദ്യാനം ശ്രവണജനരണ സോടബന്ധോദശാസ്യം ദൃശ്യാപുഷ്ട്യാജലങ്കാജടിതസഹനുമാൻ മൗലിരത്നം ദദൗതേ തൊതു വാർത്താകർണനോത് സമ്മാദിവാക്യ അർണാർണോദിർ അന്തർനഗരി ജനകജ അർണോദിർ അന്തർനഗരി ജനകജ വിശദത്താങ്കുലീയ പ്രശുദ്ധ്യോദ്യാനമച്ച ശ്രവണ ജനരണ ചോടബന്ധോദശാസ്യാം ത്വദ്വാർത്താകർണനോദ സമ്മാദിവാക്യ പ്രോത്തീർണാർണോർണാദിര അന്തർനഗരി ജനകജ വിശദത്താങ്കുലീയ പ്രശുദ്ധ്യോദ്യാന അക്ഷക്ഷവണ ചണരണ ഷോഡബന്ധോദശാസ്യം ദൃഷ്ട്യാ പ്ലുഷ്ട്യാ ജലിംഗാ ജഡിത സഹനുമാൻ മൗലിരത്നം ദദോത്തേ ത്വദ്വാർത്താകർണോ സമ്പാദിവാക്യം അതിരന്തർ ജനകജാ വിശദത്താങ്കുലീയ പ്രശുദ്ധ്യോദ്യാന അക്ഷക്ഷവണ ചനരണ ഷോഡബന്ധോദശാസ്യം ദൃഷ്ട്യാ പ്ലുഷ്ട്യാ ചലിംഗ ജഡിത സഹനുമാൻ മൗലിരത്നം ദദോതേ ത്വതു വാർത്താകർണനോ ഗരുദ ഉരുജവ സമ്പാദിവാക്യ പ്രോത്തീർണാർണോദിർ അന്തർനഗരി ജനകജ വിശദത്താങ്കുലീയ പ്രശുദ്ധ്യോദ്യാനമക്ഷക്ഷവണ ചനരണ ഷോഡബന്ധോദശാസ്യം ദൃഷ്ട്യാ പ്ലുഷ്ട്യാ ചലങ്കാ ജഡിത സഹനുമാൻ മൗലിരത്നം ദദോതേ ത്വദ്വാർത്താകർണനോ ഗരുദ് ഉരുജവ എന്നിട്ടോ സമ്പാദിവാക്യം പ്രോത്തീർണാർണോ അധീർ അന്തർനഗരി ജനകജ വിശദത്താങ്കുലീയ പ്രശുദ്ധ്യോദ്യാന അക്ഷക്ഷവണ ചണരണ ഷോഡബന്ധോ ദശാസ്യം ദൃഷ്ട്യാ പ്ലുഷ്ട്യാ ച ലിംഗാം ജഡിത സഹനുമാൻ മൗലിരത്നം ദദോതേ ത്വതു വാർത്താകർണനോദ്യത് ഗരുദ് ഉരുജവ സമ്പാദിവാക്യം
പ്രോർത്തീർണാർണോർണോതിർ അന്തർനഗരി ജനകജ വീശദത്താങ്കുലീയ പ്രശുദ്ധ്യോ ധ്യാനമക്ഷവണ ചണരന ചോടബന്ധോ ദശാസ്യം ദൃഷ്ട്യാ പൃഷ്ടാചലിംഗാം ജഡിത സഹനുമാൻ മൗലിരത്നം ദദോക്തി. വായിക്കാൻ പറ്റുമോ നോക്കി? ഹരേ കൃഷ്ണ. വാർത്താകർണനോദ്യത് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ത്വത്താർത്താകർണനോദ്യത് ഗരുതുരജപ സമ്പാദി സമ്പാദി വാക്യ പ്രോത്തിർണാർണോതി അന്തർനഗരി അർണോദീർ അന്തർനഗരി. അങ്ങനെ എടുത്ത് പറഞ്ഞു ദത്താങ്കുലീയം പ്രക്ഷുത്യോദ്യാനമക്ഷവണചണരണ സോടബന്ധോ ദശാസ്യം ദൃഷ്ടാപ്ലുഷ്ടാച്ച ലങ്കാൻ ചരിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ അടുത്താണ്. ഹരേ കൃഷ്ണ മാതാജി. ദദഗുരു ജപസമ്പാദി സമ്പാദി വാക്യ പ്രോത്തീർണാർണോതി അന്തർനഗരി ജനകജാം വിക്ഷ്യദത്താങ്കുലീയം പ്രക്ഷിത്യുദ്യാന ക്ഷമപണ ചണരണ സോടബന്ധോദശാസ്യം ദുഷ്ടാ പ്ലുഷ്ട്യാ ച ലങ്കാൻ ചടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ അടുത്താള്. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. വായിച്ചോളൂ വായിച്ചോളൂ. ആരുമില്ലേ? തെറ്റിക്കോട്ടെ നടക്കും. വായിച്ചോളൂ. വായിക്കട്ടെ മാതാജി? ഹരേ കൃഷ്ണ. വായിച്ചോളൂ വായിച്ചോളൂ. സമ്പാദി സമ്പാദി വാക്യ പ്രോത്തീർണാർണോദീരന്തർനഗരി ജനകജാം വീക്ഷ്യാദിത്വാങ്കുലീയം പ്രക്ഷുദ്ധ്യോദ്യാനമക്ഷവണ ചണരണഃ സോടബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ചടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ആരാണ്ട് വായിക്കാൻ തുടങ്ങുന്നുണ്ട്, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ത്വദ്ധാർത്താകർണനോദ്യുത് ഗുരുദുരു ജവസമ്പാദി സമ്പാദി വാക്യ പോതിർണാർണോതി രന്തർനഗരി ജനകജാം വീക്ഷ്യദത്വാങ്കുലീയാം പ്രക്ഷുദ്യോദ്യാനമക്ഷവണ ചണരണ സോടബന്ധോ ദശാസ്യം ദൃഷ്ടാ പൃഷ്ടാചലങ്കാം തടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാർത്താ കർണനോദ്യത് കർണനോദ്യത് ഗരുത് ഉരജവ. എന്നിട്ട് പറയണ സമ്പാദി സമ്പാദി വാക്യ പ്രോത്തീർണാർണോദീർ അന്തർനഗരി ജനകജ. അവിടെ പറയണ അന്തർനഗരി ജനകജ വീക്ഷ്യദത്താങ്കുലീയം പ്രശുദ്ധോ ധ്യാന അക്ഷവണ ചണരന ഷോഡബന്ധോ ദശാസ്യം. എന്നിട്ടോ ദൃഷ്ട്യാ പ്ലുഷ്ട്യാ ച ലിംഗാൻ ജഡിത സഹനുമാൻ മൗലിരത്നം ദദൗതേ. എന്നിട്ട് ത്വദ്വാർത്ത കർണനോത്ത് ഗരിജതരുവ സമ്പാദി സമ്പാദി വാക്യ. ഇവിടെ പിന്നെ പോകുന്ന സമയത്ത് പിന്നെ ആരെയെ കാണുന്നത്? സമ്പാദിയെ കാണുന്നുണ്ട്. സമ്പാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡായുവിന്റെ സഹോദരനാണ്. അതായത് ഇവര് രണ്ടുപേരും കൂടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഒരു ദിവസത്തിലാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. ജഡായുവും സമ്പാദിയും കൂടി ഒരു ദിവസത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂര്യമണ്ഡലത്തിനെ പേരിച്ച് പോകാൻ തുടങ്ങുന്ന പറന്ന് അവര് അത്ര ഉയരത്തിൽ പറക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിൽ പോവായിരുന്നു അവരെ. എന്നിട്ട് സൂര്യമണ്ഡലത്തിന് പേരിച്ച് കിടക്കാൻ തുടങ്ങുന്ന സമയത്ത് സൂര്യന്റെ ആ താപത്താലുണ്ടല്ലോ ജഡായുവിന് ചിറക് കരിയുന്ന സമയത്ത് സമ്പാദി എന്ത് ചെയ്തു? ജഡായുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സമ്പാദി മുന്നിൽ കയറി. പക്ഷെ ജഡായുവിന്റെ ചിറക് കരിഞ്ഞു വീണു, സമ്പാദിയും കരിഞ്ഞു താഴെ പതിച്ചു എന്നുള്ളതാണ്. സമ്പാദി ഒരു ആശ്രമത്തിന് മുന്നിലാണ് പതിച്ചത്.
ജടായുവിനെ നമ്മൾ മുമ്പേ കണ്ടു, ഭഗവാന്റെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവസാനമാണെന്നുണ്ടെങ്കിൽ രാവണനുമായിട്ട് പൊരുതിയിട്ട് ഭഗവാൻ സ്വയമാണ് മരിക്കുന്നു, രാവണനുമായിട്ട് പൊരുതി മരിക്കുന്നു. പക്ഷെ ഭഗവാൻ സ്വയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രിയാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നു നമ്മൾ കണ്ടു. അങ്ങനെ ഈ വാനരന്മാരെല്ലാവരും കൂടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗുഹയിൽ പോകുന്നു. അതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ആ ഗുഹയിൽ പോകുന്നു സ്വയം ആ ഗുഹയിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ മരിക്കാൻ വേണ്ടി മീൻസ് സീതാദേവിയെ കണ്ടു കിട്ടുന്നില്ല. അതിന് തിരിച്ച് സുഗ്രീവന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സുഗ്രീവന്റെ ഉഗ്രമായിട്ടുള്ള ശാസനയാണ് സീതാദേവിയെ കണ്ടില്ല എന്നാണ് ഇത്ര നാളത്തിനകം 1 വർഷത്തിനകം കണ്ടുപിടിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും കഥ കഴിക്കും എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് തിരിച്ച് രാജ്യത്തോട് പോകാനുള്ള ആ ഒരു ഇതില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അവരെല്ലാം മരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുന്നത് പോലെ അവിടെ കിടക്കുമായിരുന്നു ഒരു ഗുഹയില്. ആ സമയത്താണ് ഇവരെല്ലാവരും പറയാം ജടായു എത്ര ഭാഗ്യവാന്, ഒന്നുമല്ലെന്നുണ്ടെങ്കിൽ ശ്രീരാമസ്വാമിയുടെ കൈകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം വെള്ളം കൊടുത്തിട്ട് അദ്ദേഹം മുക്തി പ്രാപിച്ചു പോയല്ലോ. ആ ജടായുവിന്റെ സമ്പാദ്യം എന്താ വിചാരിച്ചത്, ഇവരെ എല്ലാവരെയും കൊന്നിട്ട് ഭക്ഷിക്കാമെന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ അവരുടെ അടുത്തോട്ട് വരുമ്പോഴാണ് ഈ ജടായുവിന്റെ കാര്യം പറയുന്നത്. അതായത് തന്റെ സ്വന്തം സഹോദരനല്ലേ. അന്നേരം ആ സഹോദരന്റെ കാര്യം പറയുന്ന സമയത്ത് പെട്ടെന്ന് സമ്പാദി ചോദിക്കുന്നുണ്ട് ഈ ജടായുവിന്റെ കാര്യം ആരാണ് പറഞ്ഞത്. അന്നേരം ഇവര് കഥകളെല്ലാം പറയുന്നു. അന്നേരം സമ്പാദി പറയുന്നുണ്ട് എൻ്റെ സഹോദരനായിരുന്നു ജടായു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എനിക്ക് അവന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യണം. സമ്പാദിയുടെ 2 വശം 2 ചിറകും കരിഞ്ഞു പോയിരിക്കുക. സമ്പാദിക്ക് നടക്കാനും പിന്നെ പറക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എന്നെ എടുത്തിട്ടാണെന്നൊരു കടക്കര കൊണ്ടുവച്ചിട്ട് അതെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സഹോദരന്റെ കർമ്മക്രിയകൾ ചെയ്യട്ടെ, നിങ്ങൾക്ക് ഞാൻ എല്ലാ വഴിയും പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് സമ്പാദിയെ കൊണ്ടുചെന്നിട്ട് സമ്പാദി വാക്യമൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര രസമാണ്. സമയമില്ലാത്തോട്ട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. കപിലോപദേശം പറയുന്നുണ്ടല്ലോ, കപിലന്റെ സാങ്കേയോഗം പറയുന്നില്ലേ, അത് തന്നെ ഇവിടെ സമ്പാദിയുടെ അത് പറയുന്നുണ്ടെന്നുള്ളതാ. സമ്പാദി എന്തൊക്കെ പറയുന്നതെന്നുള്ളത്. അങ്ങനെ സമ്പാദി എന്നുണ്ടെങ്കിൽ കടത്തെടുത്ത് കൊണ്ടുപോയിട്ട് എന്നുണ്ടെങ്കിൽ ശേഷക്രിയകളെല്ലാം ചെയ്തതിനു ശേഷം സമ്പാദിക്ക് ചിറക് മുളച്ച സമയം എന്ത് ചെയ്തു, അത് പറന്ന് സീതാദേവി എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ഇവരോട് വന്നിട്ട് വിവരം പറയുന്നതാ ഈ പറയുന്നത്. ത്വദ്വാർത്ത കർണനോത്ത് ഗരിജ ദിവസം സമ്പാദി വാക്യ ഭഗവാന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴും എന്ത് ചെയ്യുന്നു, മുളച്ചു വന്നു ചിറകുകൾ സമ്പാദി എന്നിട്ട് എന്ത് ചെയ്തു, വാക്യ പ്രോർത്തീർണർണോദീന്റെ അന്തർനഗരി ജനകജ ആ സമ്പാദി എന്നിട്ട് എന്ത് ചെയ്തു, പറന്നിട്ട് സമുദ്രത്തെ കടന്നിട്ട് എന്ത് ചെയ്തു, സീതാദേവി എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു എന്നുള്ളതാ. ജനകജെ കണ്ടുപിടിച്ചു. വിഷ ദത്താങ്കുതീയ എന്നിട്ട് എന്ത് ചെയ്തു, ഹനുമാൻ ചെന്നിട്ട് സീതാദേവിക്ക് അങ്കുലീയം കൊടുക്കുന്നുണ്ട്, ഇന്നാരുടെ ദൂതനാണ് ഞാനെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. നമുക്ക് രാമായണം മൊത്തം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിന്റെയൊക്കെ അന്തസത്തയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പ്രശ്യോദാനവക്ഷവജനജനരണോടബന്ധോരസാസ്യം. എന്നിട്ട് പിന്നെന്താ, ഹനുമാൻ എന്ത് ചെയ്തു, അങ്ങനെ വന്നിട്ടങ്ങ് രഹസ്യമായിട്ടൊന്നും പോകാൻ ഹനുമാൻ തയ്യാറല്ലായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അശോകവനം മൊത്തം തകർത്തിട്ടാണെന്നുണ്ടെങ്കിൽ ലങ്കയ്ക്ക് ആ കഥകളൊക്കെ അറിയാമല്ലോ, ലങ്കയ്ക്ക് ലങ്ക മൊത്തം ദഹിപ്പിച്ചിട്ട് അവിടെ നിന്നിട്ട് സീതാദേവി ചൂടാരത്നമാണെന്നുണ്ടെങ്കിൽ ശ്രീരാമസ്വാമി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടേ എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വാനരരോട് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി, ഞങ്ങൾ കണ്ടുപിടിച്ചേ സീതാദേവി ഇന്നടത്തുണ്ടെന്ന് ഞങ്ങളെ കണ്ടുപിടിച്ചേ എന്നും പറഞ്ഞ് അവര് ഭയങ്കര ആനന്ദത്തിൽ വരുവാണ് സുഗ്രീവന്റെ ശ്രീരാമസ്വാമിയുടെ അടുത്ത്. തം സുഗ്രീവങ്കദാദി പ്രബല കവിജമോ ചക്രവിക്രാന്ത ഭൂമി ചക്രോ വിക്രമഭാരേ ജലധി നിശിചരേ ഇന്ദ്രാനുജാ ശ്രീയമാണ തൽപ്രോക്ത ശത്രുവാർത്ത രഹസ്യനിശമയം പ്രാർത്ഥനാപാർത്തരോഷ പ്രാസാഗ്നേയാസ്ത്ര തേജാ ത്രസദ ഉദദേ ഗിരാ ലബ്ധവാൻ മധ്യമാർക്കം തം സുഗ്രീവ അങ്കദാദി പ്രബല കവിജമോ ചക്ര വിക്രാന്ത ഭൂമി ചക്രോ വിക്രമ്യവാരേ ജലധി നിശജരേത് ഇന്ദ്രാനുജാ ശ്രീയമാണ തത്പ്രോക്ത ശത്രുവാർത്ത രഹസ്യനിശമയാൻ പ്രാർത്ഥനാ പാർത്തരോഷ പ്രാസ്തേഗ്ന അഗ്നേയാസ്ത്ര തേജാസ്ത്രസദ ഉദതി ഗിരാ ലബ്ധവാൻ മധ്യമാർക്കം തം അങ്ങ്
മനസ്സിലായി പറഞ്ഞ ഭഗവാൻ ഗുരുവായൂരപ്പനോട് ഞാൻ പറയുമല്ലേ. സുഗ്രീവ അങ്കദാദി പ്രബല കവിജമോ ചക്ര വിക്രാന്തി ഭൂമി ത്വം സുഗ്രീവ അങ്കദാദി പ്രബല കവിജമോ ചക്ര വിക്രാന്ത ഭൂമി ചക്രോവിക്രമ്യ പാരേ ജലധി നിശിചരേത് ഇന്ദ്ര അനുജ ശ്രീയമാണ. ചക്രോവിക്രമ പാരേ ജലധി നിശിചരേത് ഇന്ദ്രാനുജ ശ്രീയമാണ. തത് പ്രോക്ത ശത്രുവാർത്ത രഹസ്യ നിശമയ പ്രാർത്ഥന പാർത്ഥരോഷ പ്രാസാഗ്നേയാസ്ത്ര തേജ സ്ത്രജസത് ഉദതിഗിര ലബ്ധവാൻ മധ്യമാർഗം. ലബ്ധവാൻ മധ്യമാർഗം. പ്രാസ്താഗ്നേയാസ്ത്രം പ്രാസ്താഗ്നേയാസ്ത്രം തേജ സ്ത്രസത് ഉദതിഗിര ലബ്ധവാൻ മധ്യമാർഗം. ത്വം സുഗ്രീവങ്കദാദി പ്രബല കവിജമോ ചക്രവിക്രാന്ത ഭൂമി ചക്രോവിക്രമ്യ ഭാരേ ജലധി നിശിചരേത് ഇന്ദ്രാനുജ ശ്രീയമാണ. തൽപ്രോക്ത ശത്രുവാർത്ത രഹസ്യ നിശമയം പ്രാർത്ഥന പാർത്ഥരോഷ പ്രാസാഗ്നേയാസ്ത്രതേജാസ്ത്രസദ ഉദതിഗിര ലബ്ധവാൻ മധ്യമാർഗം. വായിക്കാൻ പറ്റുമോ നോക്കിയേ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. സുഗ്രീവാംഗദാദി പ്രബല കവി ചമു ചക്രവിക്രാന്ത ഭൂമി ചക്രോ വിക്രമ്യ പരേ ജലധി നിശീചരേന്ദ്രാനുജാ ശ്രീയമാണു. ത്വത്പ്രോക്ത ശത്രുവാർത്താ രഹസ്യ നിശമയൻ പ്രാർത്ഥന പാർത്ഥരോഷ പ്രസ്ഥായസ്ത്ര തേജസ്ത്ര അഗ്നേയാസ്ത്ര തേജാസ്ത്ര സതുദതിത ഗിരാ ലബ്ധവാൻ മധ്യമാർഗം. ഹരി ഗോ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വായിച്ചോളൂ അടുത്ത ആള്. ഹരേ കൃഷ്ണ മാതാജി. ത്വം സ്വഗ്രീവാംഗദാദി പ്രബല കവിച്ചു മുച്ചക്ര വിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ പരേ ജലധി നിശിചരേ ഇന്ദ്രാനുജാ ശ്രീയമാണാം. തത്പ്രോക്താ ശത്രുവർത്താ രഹസ്യ നിശമയൻ പ്രാർത്ഥന പാർത്ഥ്യരോഷ പ്രാസ്താനഗ്നേയാസ്ത്ര തേജസസ്ത്ര സത് ഉദിതിഗിര ലബ്ധവാൻ മധ്യമാർഗം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു പ്രവൃത്തിയോട് വായിച്ചോളൂ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ത്വം സുഗ്രീവാംഗദാദി പ്രബല കവിചമോ ചക്രവിക്രാന്ത ഭൂമി ചക്രോ അഭിക്രമ്യ പാരജലധി നിശിചരേ ഇന്ദ്രാനുശ്രീയമാണാം. ത്വത്പ്രോക്താം ശത്രുവാർത്താ രഹസ്യ നിശമയൻ പ്രാർത്ഥന പ്രാർത്ഥ്യരോക്ഷ പ്രാസ്തേജ്ഞയാസ്ത്ര തേജത്രസുതി ഗിര ലബ്ധാൻ മധ്യമാർഗാൻ. ഹരേ കൃഷ്ണ. ഒരു പ്രവചയോട് വായിക്കൂ. ഹരേ കൃഷ്ണ. ത്വം സുഗ്രീവാംഗദാദി പ്രബല കപിചമു ചക്ര വിക്രാന്ത ഭൂമി ചക്രോ വിക്രമ്യ പാരേ ജലധി നിശിചരേ ഇന്ദ്രാനുജാ ശ്രീയമാണ. തൽപ്രോക്താം ശത്രുവാർത്താം രഹസ്യ നിയമൻ പ്രാർത്ഥനാ പാർത്ഥ്യരോഷ അസ്ത്രം ഉണ്ടല്ലോ, അതാ ഈ പറയുന്നത്. പ്രാസ്തയ അഗ്നയാസ്ത്രേ തേജസ്സദുദതിഗിര ലബ്ധവാൻ മധ്യമാർഗം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ത്വം സുഗ്രീവാംഗദാദി ഹരേ കൃഷ്ണ. നെറ്റ് പോയി. ഒന്നും കേൾക്കുന്നില്ലല്ലോ മാതാജി. അത് മൊബൈൽ. ഒരു മിനിറ്റ്. വന്നല്ലോ. ഹരേ കൃഷ്ണ മാതാജി. വന്നല്ലോ.